നമസ്കാരം, ഡോക്ടർ സൗമ്യയാണ്. ആദ്യത്തെ വീഡിയോ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് റീസ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഞാനിട്ട് റീലിന്റെ താഴെ ഒന്ന് രണ്ട് പേര് വന്ന് ചോദിച്ച ഒരു കാര്യമാണ് മസിൽ പിടുത്തം അല്ലെങ്കിൽ മസിൽ കോച്ചിപ്പിടുത്തം. നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് കാലിൽ മസിൽ കയറുക, അല്ലെ, കാല് കോച്ചി പിടിക്കുക. പല സ്ഥലങ്ങളിൽ അതിന് പല പേരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മസിൽ കോച്ചി പിടിക്കുക, മസിൽ പിടുത്തം എന്നൊക്കെ മറ്റേ മസിൽ പിടുത്തം അല്ല കേട്ടോ. അതായത് നമ്മൾ ജാടയായിട്ട് നിൽക്കുമ്പോൾ മസിൽ പിടിക്കാതടാ എന്ന് പറയുന്ന പോലത്തെ ആ മസിൽ പിടുത്തല്ല. ഇത് ശരിക്കും മസിൽ കോച്ചി പിടിക്കുന്ന ലെഗ് ക്രാമ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പരിപാടി. പക്ഷെ പലപ്പോഴും ഈ മസിൽ പിടുത്തത്തിനെ, ലെഗ് ക്രാംസിനെ നമ്മൾ വളരെ സിമ്പിളായി കണ്ട് അവഗണിക്കാവുന്ന ഒരു പതിവ് ശീലം ഞാൻ കണ്ടിട്ടുണ്ട്. അധികം എല്ലാവരും പറയും അത് കാൽഷ്യം കുറഞ്ഞിട്ടാണ്, കാൽഷ്യം ഗുളിക വാങ്ങി കഴിച്ചാൽ മതി എന്ന് പറയും. പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ മസിൽ പിടുത്തങ്ങളും എല്ലാ ലെഗ് ക്രാമ്പുകളും ഈ കാൽഷ്യം കുറവുകൊണ്ട് മാത്രമാണോ? കാൽഷ്യം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ മസിൽ പിടുത്തവും മാറും? ഇല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ലെഗിലെ മസിൽ കോച്ചി പിടിക്കുന്നത് അതിൽ വളരെ കുറേ കാരണങ്ങളിൽ ഒരു ചെറിയ ശതമാനം കേസുകളിൽ മാത്രമാണ് കാൽഷ്യം ഡെഫിഷ്യൻസി അഥവാ കാൽഷ്യത്തിന്റെ കുറവ് നമ്മൾ കാണാറുള്ളത്. ആ കേസുകളിൽ മാത്രമാണ് കാൽഷ്യം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുക. ബാക്കിയുള്ള കേസുകളിൽ കാരണം കാൽഷ്യം കുറവല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, അതിന് വേറെ പല കാരണങ്ങളും ഉണ്ട് ഈ കാലില് മസിൽ കോച്ചി പിടിക്കുന്നതിന്. സോ എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? സോ ഈ മസിൽ കോച്ചി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാലിലെ മസിൽ കോച്ചി പിടിക്കുന്നു. അപ്പൊ എന്തോ അവിടേക്ക് പറ്റുന്നുണ്ട്, ആ ഭാഗത്തിന് എന്തോ ഒരു പ്രശ്നം പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാലിലെ മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ട്? മസിലുണ്ട്, അല്ലെ? മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേശികളുണ്ട്. ആ പേശികൾ ധാരാളം ചെറിയ ചെറിയ ഫൈബറുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ മസിലിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം ഒന്ന്. രണ്ടാമത്തേത്, ഈ മസിലുകളെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന നെർവുകളുണ്ട്, അതായത് നാഡികൾ, അല്ലെ? അപ്പോ ഞരമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലുകളല്ല കേട്ടോ, നാഡീ ഞരമ്പുകൾ, നമുക്ക് നെർവ് എന്ന് പറയുന്ന, അതിനാണ് മസിലിനെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന നെർവുകളുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം. ഇനി ഈ മസിലുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ കൊണ്ടു കൊടുക്കുന്ന രക്തക്കുഴലുകളുണ്ട്. നമ്മുടെ ഏത് അവയവവും, മസിലും ഒരു അവയവം എടുക്കാം നമുക്ക്. അപ്പൊ മസിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിലും അങ്ങോട്ട് കൃത്യമായിട്ട് രക്തം പ്രവഹിക്കണം. അപ്പൊ ആ രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും പ്രശ്നം കൊണ്ടാവാം, അല്ലെ? അപ്പോ മസിലിന്റെ പ്രശ്നമാവാം, അങ്ങോട്ടുള്ള നെർവിന്റെ നാഡീനരമ്പിന്റെ പ്രശ്നം കൊണ്ടാവാം, മൂന്നാമത്തേത് അങ്ങോട്ടുള്ള രക്തക്കുഴലിന്റെ പ്രശ്നം കൊണ്ടാവാം. ഇനി ഈ മസിലുകൾ, ഏത് മസിലുകളും പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ധാതു ലവണങ്ങളുണ്ട്, ഇലക്ട്രോലൈറ്റ്സ്. അതിന്റെ പ്രശ്നം കൊണ്ടാവാം, ചിലപ്പോൾ അതിൽ കിട്ടാത്തത് കൊണ്ടാവാം മസിൽ ശരിക്കും പ്രവർത്തിക്കാത്തത്. ഇനി ഇതൊന്നും അല്ലാത്ത ചില കാരണങ്ങൾ കൊണ്ടും ആവാം. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 4-5 കാരണങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യത്തെ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഞാൻ ഈ പറഞ്ഞ ധാതു ലവണങ്ങളാണ്. അപ്പൊ നമ്മൾ ആദ്യമേ നമുക്ക് ഡോക്ടറെ അടുത്തൊന്നും പോകാതെ തന്നെ നമ്മൾ പറയില്ലേ കാൽഷ്യം കുറഞ്ഞുകൊണ്ടാവുന്നത്. സോ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മുടെ മസിലിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങളാണ്. ധാരാളം ധാതു ലവണങ്ങളുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയൊക്കെയാണ്. അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം കുറഞ്ഞു പോവുക, മഗ്നീഷ്യം കുറഞ്ഞു പോവുക, പൊട്ടാസ്യം കുറഞ്ഞു പോവുക, അതായത് ധാതു ലവണങ്ങളിൽ, മിനറൽസിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു അവസ്ഥ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വയറിളക്കം, ഛർദി, അതിസാരം, ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം, ഇതൊക്കെ ഉണ്ടായ, അല്ലെങ്കിൽ ഹീറ്റ് ക്രാംസ്, നമ്മളിപ്പോ സൂര്യാഘാതം എന്നൊക്കെ പറയില്ലേ, ആ സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ടുള്ള ധാതു ലവണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാവാറുണ്ട്. സോ അതൊരു കാരണം മാത്രമാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ ടോക്കിന്റെ ഉദ്ദേശം. വേറെ പല കാരണങ്ങളുണ്ട്. രണ്ടാമത്തേത്, നമ്മുടെ മസിൽ, നമ്മൾ പറഞ്ഞ കാര്യം, മസിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുക, നമ്മുടെ മസിൽ ഭയങ്കരമായി ഫറ്റീഗ് ആവുക, അതായത് മസിൽ ഭയങ്കരമായി ക്ഷീണിക്കുക. പലർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഭയങ്കര ഇനിയിപ്പോ ന്യൂ ഇയർ വരികയാണ്. ന്യൂ ഇയറിന് ഏറ്റവും കാണുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ. ന്യൂ ഇയറിന് എല്ലാവരും ഭയങ്കരമായ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കും, അല്ലെ? അതിൽ ഏറ്റവും കോമൺ ആയിട്ട് എടുക്കുന്ന റെസൊല്യൂഷനാണ് ജനുവരി 1 മുതൽ ഞാൻ എക്സസൈസ് തുടങ്ങും, ഞാൻ ജിമ്മിൽ പോയി ഞാൻ മല മറിക്കും എന്ന് എല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു റെസൊല്യൂഷനാണ്. ഇങ്ങനെ ജിമ്മിൽ പോയി മല മറയ്ക്കാൻ പോകുന്ന ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ നിങ്ങളുടെ മസില് നല്ല പണി തരും. അത് ജിമ്മിൽ പോയ ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ജിമ്മിൽ പോയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാതെ നിർത്തിയവർക്ക്. ജിമ്മിൽ പോയി നമ്മൾ അനാവശ്യമായിട്ട് അന്നത്തെ ആരംഭശൂരത്വത്തിൽ ഗ്രാജുവലി ചെയ്യാതെ ഭയങ്കരമായി വർക്കൗട്ടൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒട്ടും ശീലമില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ മസിലിൽ ചെയ്യുന്നത്. മസിൽ പെട്ടെന്ന് ക്ഷീണിച്ചു പോവുകയാണ്, ടയേർഡ് ആവുകയാണ്. സോ അങ്ങനെ നമ്മൾ ഒരു പരിധി വിട്ട് ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്ന സന്ദർഭങ്ങളിലും ഇത്തരത്തിൽ നമുക്ക് മസിൽ ക്രാമ്പ് ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് മസിൽ പെട്ടെന്ന് ഫറ്റീഗ്ഡ് ആവണോണ്ടാണ്. കാരണം മസിലിന് അത് ശീലമില്ല. നമ്മൾ ശീലമില്ലാത്ത ഒരു കാര്യം പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ മസിലിന് അത് ശരിയാവില്ല, സെറ്റ് ആവില്ല. സോ അപ്പോഴും മസിൽ ക്രാംസ് ഉണ്ടാവാം. പിന്നെ
നമുക്ക് നോർമലി തന്നെ ഞാൻ ഈ പറഞ്ഞ മസിലിന്റെ ശക്തിക്ഷയം എന്ന് പറയുന്നത് നമ്മൾ ഏജ്ഡ് ആവുമ്പോൾ, നമുക്ക് വയസ്സ് കൂടുന്ന സമയത്ത്, വാർദ്ധക്യത്തിന്റെ ഒരു പ്രായത്തിൽ നമുക്കറിയാലോ അധികം വയസ്സായ ആളുകൾക്കാണ് ഈ മസിൽ ക്രാംസ് ഉണ്ടാവുക. അത് എന്തുകൊണ്ടാണ്? നോർമലി തന്നെ അവരുടെ നാഡീഞരമ്പുകളും മസിലൊക്കെ വീക്ക് ആവുന്നതിന്റെ നോർമൽ പ്രൊസീജിയറിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വയസ്സായ ആളുകളിലും ഇത് കാണാം. പിന്നെ പ്രഗ്നൻസി, ഗർഭിണിയാർക്കൊക്കെ അറിയാം. എനിക്കൊക്കെ എന്റെ അമ്മോ എത്രയാണ് കാലില് അല്ലെങ്കിൽ മസിൽ ഉരുട്ടി കയറിയെന്നറിയോ. പ്രഗ്നൻസിയുടെ ടൈമിൽ വളരെ കോമൺ ആയിട്ട് ഇത് കാണാറുണ്ട്. അപ്പൊ പ്രഗ്നൻസിയിൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വലിയൊരു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. പലപ്പോഴും അങ്ങോട്ടുള്ള ഞരമ്പുകൾ, ഇപ്പൊ ഈ ഗർഭിണിയാവുന്ന സമയത്ത്, വയറ് വലുതാവുന്ന സമയത്തൊക്കെ പല ഞരമ്പുകൾ കംപ്രഷനൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം ഗർഭിണിയാവുന്ന പ്രഗ്നൻസി ടൈമിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെ, ഇതൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന വലിയൊരു രോഗാവസ്ഥ എന്നൊന്നും പറയാൻ പറ്റാത്ത സംഗതികളാണ്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കണം. കാൽഷ്യം, മഗ്നീഷ്യം, പ്രത്യേകിച്ച് പൊട്ടാസ്യം, ഈ 3 എണ്ണത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഞാൻ പറയുന്നതാണ്, പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ലെഗ് ക്രാംസ് ഉണ്ടാവാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിറോസിസ് അല്ലെങ്കിൽ ലിവർ ഡിസീസസ്. ലിവർ ഡിസീസസിൽ പ്രത്യേകിച്ചിട്ട് നല്ല തണ്ണിയൊക്കെ അടിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള സിറോസിസ്, ഫാറ്റി ലിവർ ഒക്കെ ഉള്ള ആളുകൾക്ക് ലിവർ പ്രശ്നങ്ങളിൽ വളരെ കോമൺ ആയിട്ട് നമുക്ക് മസിൽ ക്രാമ്പുകൾ കാണാറുണ്ട്. കിഡ്നി ഡിസീസുകൾ, ഡയാലിസിസ് എടുക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ പലപ്പോഴും വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം ക്രോണിക് കിഡ്നി ഡിസീസസിൽ വൃക്ക രോഗങ്ങളുള്ളവർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കും വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഇതാണ്, ഇപ്പൊ നമ്മൾ മസിലിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞ കാരണം എന്താണ്? നെർവുകൾ, മസിലുകൾക്ക് പ്രവർത്തിക്കാനുള്ള സിഗ്നലുകൾ കൊടുക്കുന്ന നമ്മുടെ നെർവുകൾ അഥവാ നാഡീഞരമ്പുകൾ. ഈ നാഡീഞരമ്പുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിലും നമുക്ക് ലെഗ് ക്രാംസ് ഉണ്ടാവാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അങ്ങോട്ടുള്ള ഞരമ്പിന് എന്തെങ്കിലും ഒരു കംപ്രഷൻ, എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു കംപ്രഷൻ വരികയാണ്, അങ്ങോട്ട് കൃത്യമായിട്ട് സിഗ്നലുകൾ എത്തിക്കാൻ പറ്റുന്നില്ല, നെർവ് കംപ്രസ്ഡ് ആവുന്ന സമയത്ത് അങ്ങോട്ടുള്ള മസിലുകളിൽ ക്രാംസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി, വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. നെർവുകളെ ബാധിക്കുന്ന എത്രയോ അധികം രോഗങ്ങളുണ്ട്. അപ്പൊ ഡയബറ്റിക്കിന്റെ കാര്യത്തിൽ, ഡയബറ്റിക് പ്രമേഹ രോഗം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് മസിലുകളും നെർവുകളും ഒക്കെ. സോ അങ്ങനത്തെ സന്ദർഭങ്ങളിലും അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസിലൊക്കെ ഇത്തരത്തിൽ ലെഗ് ക്രാമ്പുകൾ ഉണ്ടാവാറുണ്ട്. സോ ഞാൻ ജനറലി പറയുകയാണ്, നെർവുകളെ ബാധിക്കുന്ന ധാരാളം അസുഖങ്ങളുണ്ട്. അതിപ്പോൾ ഓരോന്നോരോന്ന് എണ്ണി പറയുന്നതിൽ അർത്ഥമില്ല. സോ അങ്ങനെയുള്ള അസുഖങ്ങളിലും ഇത്തരത്തിൽ ലെഗ് ക്രാമ്പുകൾ ഉണ്ടാവാം. ഇനി അവസാനത്തെ കോസ് എന്താണ് ഞാൻ പറഞ്ഞത്? അങ്ങോട്ട് രക്തക്കുഴലുകൾ, അങ്ങോട്ട് രക്തം കൊടുക്കുന്ന, ഓക്സിജൻ കൊടുക്കുന്ന രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. സോ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്, അങ്ങോട്ട് രക്തം വേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസിൽ ക്രാമ്പ് ചെയ്യും. സോ ആ രക്തക്കുഴലിൽ ഉണ്ടാവുന്ന അടപ്പുകൾ പലപ്പോഴും പെരിഫറൽ വാസ്കുലർ ഡിസീസസ് എന്ന് പറയാം. നിങ്ങൾക്ക് ഈ വാരിക്കോസ് വെയിൻ ഒക്കെ ഉള്ള ആളുകൾക്ക് പലപ്പോഴും കണ്ടിട്ടില്ലേ മസിൽ ക്രാമ്പുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ പെരിഫറൽ വാസ്കുലർ ഡിസീസസ്, നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്ക് കാലിലേക്കുള്ള രക്തക്കുഴലുകൾ, ചെറുതായിട്ടുള്ള രക്തക്കുഴലുകളൊക്കെ അടഞ്ഞു പോകും. അതിറോസ്ക്ലിറോട്ടിക് ആയിട്ട് അത് അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് പെരിഫറൽ വാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്നത്. ധാരാളം കാരണങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാരണം സ്മോക്കിംഗ് ആണ്, അതായത് പുകവലി. സോ അങ്ങനെ കാണുന്ന രക്തക്കുഴലുകളിൽ കാണുന്ന അടപ്പുകൾ, അങ്ങോട്ട് രക്തം എത്താതിരിക്കുന്ന ഒരു അവസ്ഥയിലും ഇത്തരത്തിൽ മസിൽ ക്രാമ്പുകൾ കാണാറുണ്ട്. സോ ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാരണങ്ങൾ. സോ എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ, എപ്പോഴും മസിൽ ക്രാമ്പ് വരുന്ന സമയത്ത്, അത് റിക്കറന്റ് ആയിട്ട് വരുന്ന സമയത്ത് എല്ലാം കാൽഷ്യം കുറവുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാൽഷ്യം ഗുളിക പോയിട്ട് ഫാർമസിയിൽ നിന്ന് വാങ്ങി കഴിക്കുകയല്ല അതിനുള്ള പ്രതിവിധി. കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും കാൽഷ്യം കുറവായിക്കൊള്ളുന്നില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം അങ്ങനെയുള്ള ധാതുലവണങ്ങളെല്ലാം കറക്റ്റ് അല്ലേന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അതൊക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ടുള്ള പല കാരണങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ കിഡ്നി ഡിസീസ് ഉണ്ടാവാം, ലിവർ പ്രശ്നം ഉണ്ടാവാം, ന്യൂറോപ്പതികൾ, അതായത് നെർവുകളെ, ഞരമ്പുകൾക്കുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം, മസിലുകൾക്കുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം, രക്തക്കുഴലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സോ ഇതെല്ലാം നമ്മൾ നോക്കേണ്ടത്, 1 by 1 നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് ഇത് വെറുതെ വീട്ടിൽ കാൽഷ്യം ഗുളിക കഴിച്ചിരിക്കേണ്ട ഒരു കാര്യമല്ല. കഴിച്ചു മാറുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണണം, വേണ്ട ടെസ്റ്റുകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇന്നലെ ഞാൻ കണ്ട ഒരു 2-3 പേര് ഒരേ കാര്യം ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ്, പലപ്പോഴും നിങ്ങൾ അവഗണിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മസിൽ പിടുത്തം. ഓക്കെ, സോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മസിൽ പിടുത്തം, എല്ലാ മസിൽ പിടുത്തങ്ങളും കാൽഷ്യം കുറവുകൊണ്ടല്ല, അത്ര സിമ്പിളും അല്ല. പലപ്പോഴും കിഡ്നി ഡിസീസസിന്റെയും അങ്ങനെയുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള പല അസുഖങ്ങളുടെയും തുടക്കത്തിൽ കാണുന്ന ലക്ഷണമായിരിക്കാം ഇങ്ങനെയുള്ള മസിൽ ക്രാംസ്. സോ അത് വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവഗണിക്കരുത്. ഒരു ഡോക്ടറെ കണ്ട് വേണ്ട ടെസ്റ്റുകളും ചികിത്സകളും ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ഫോർ നൗ. എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു.